ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സ്റ്റഡാണ് കേട്ടോ. നമ്മുടെ പേൾ ചെയിനും കുന്തൻ സ്റ്റോണും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റഡാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ OHP ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. OHP ഷീറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു സ്റ്റോൺ ഞാൻ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു റെഡ് സ്റ്റോണാണ്. അപ്പോൾ ഇതുപോലത്തെ പല കളേഴ്സിലുള്ള സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൗണ്ടിലായിട്ട് നമ്മുടെ ഈ ഒരു പേൾ ചെയിനിന് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് എത്ര റൗണ്ട് ചെയ്ത് വരുമ്പോൾ എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ റൗണ്ടിലായിട്ട് നമ്മളിതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഒരു പീസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ കറക്റ്റ് എത്ര വരും നോക്കുക, കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ B6000 7000 പോലെയുള്ള ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ആ ഒരു ലെയറും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് കുന്തൻ സ്റ്റോൺസിനെയാണ് വെച്ച് കൊടുക്കുന്നത്. 3 സ്റ്റോണാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. താഴ്ഭാഗത്തേക്കായിട്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് 2 എണ്ണം വേണമല്ലോ സെറ്റായിട്ട്. അപ്പോൾ ഒന്നുകൂടെ ഈ സെയിം മെത്തേഡിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കുന്തൻ സ്റ്റോണൊക്കെ റൗണ്ടിൽ വെച്ച് കൊടുക്കാം, വേറെ മോഡലിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നിനെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ അറ്റം കൂർത്തതായിട്ടുള്ളൊരു സിസർ എടുത്തിട്ടുണ്ട്. ചെറിയ സിസറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അരിക് ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചെയ്ത വർക്കിൻ്റെ അറ്റത്തൂടെ പുറത്തേക്ക് OHP ഷീറ്റ് കാണാത്ത രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അരികിലൂടെ തന്നെ കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. OHP ഷീറ്റിൻ്റെ വശങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാണരുത്. അപ്പോൾ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പതിയെ പതിയെ ചെയ്യാം കേട്ടോ. ഓരോന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റഡ് എടുക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ കളറിലുള്ളതായി ഈ ഒരു സ്റ്റഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലിടുന്ന ഈ ഒരു റബ്ബറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം ഇത് ഞാൻ നമ്മുടെ കവറ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വാക്സിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രൈപ്സ് ഉണ്ടല്ലോ, അത് ആ ഒരു മെറ്റീരിയൽ തന്നെയാണിത്. അപ്പോൾ നമുക്ക് കടയിലൊക്കെ ഇതുപോലത്തെ കവറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റഡിൻ്റെ ആ ഒരു വലുപ്പം നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വരച്ചൊന്നും കട്ട് ചെയ്തിട്ടില്ല. ആ ഒരു അളവ് ഏകദേശം എനിക്കറിയാം. ആ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ശേഷം ഞാൻ നമ്മുടെ സ്റ്റഡിനെ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ഇറങ്ങിപ്പോയിക്കോളും. ഇത് കണ്ടോ, കറക്റ്റ് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിനെ ഗം ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റഡിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഗമ്മിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ B7000 ആണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഇതിൻ്റെ റൗണ്ടിലായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റഡിനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല രീതിക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ബാക്കിലും നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും. നമുക്ക് ഇത് രണ്ടും ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഇതാ ഇതിൻ്റെ റബ്ബറും ബാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അവരുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എത്ര ഹെവി ലുക്കിലും നമുക്ക് ഈ ഒരു വർക്കിനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.